ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വേദപാഠത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നമുക്ക് ഈശോയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഏലിയാ സ്ലിഹാ മൂശാ കാലങ്ങൾ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ, വെളിപാട് ഗ്രന്ഥം, പള്ളിക്കുദാശ കാലം. ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈശോ തൻ്റെ രൂപാന്തരീകരണ സമയത്ത് ശിഷ്യന്മാരുമൊത്ത്, അതിനകത്ത് പ്രധാനിയായിട്ട് പത്രോസ് സ്ലിഹായും യോഹന്നാൻ സ്ലിഹായും ഒക്കെ ഉണ്ട്, താബോർ മലയിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ രൂപാന്തരീകരണപ്പെട്ട് കാണിക്കുന്നു. അപ്പോൾ ഈശോയോടൊപ്പം ശിഷ്യന്മാർ കാണുന്ന മറ്റ് 2 പ്രവാചകന്മാരാണ് മോശയും ഏലിയായും. ഈശോയോടൊപ്പം രൂപാന്തരീകരണ വേളയിൽ പ്രത്യക്ഷപ്പെട്ട മറ്റ് പ്രവാചകന്മാരാണ് മോശയും ഏലിയായും. മോശ നിയമത്തെയും ഏലിയ പ്രവാചകന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ ഏലിയാ സ്ലിഹാ മൂശാ കാലത്തിലെ പ്രധാന സംഭവമാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ സെപ്റ്റംബർ 14 തീയതിയാണ് തിരുസഭ ആചരിക്കുന്നത്. ഇതിന് പിന്നിൽ ചെറിയൊരു ചരിത്രമുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി ഈശോയുടെ വിശുദ്ധ കുരിശ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ചരിത്രം. ഇതിനോടനുബന്ധിച്ചാണ് തിരുസഭ സെപ്റ്റംബർ 14, ഏലിയാ സ്ലിഹാ മൂശാ കാലത്തിലെ സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിച്ചു വരുന്നത്. അതുപോലെ തന്നെ സഭ വിശ്വസിക്കുന്നത് അന്ത്യ ദിവസത്തിൽ വാനമേഘത്തിൽ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് കാണപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെയും അവസാനത്തെ ഗ്രന്ഥമാണ് വെളിപാട്. ഈ വെളിപാട് എഴുതിയത് ആരാന്ന് നിങ്ങൾക്കറിയാം, യോഹന്നാൻ സ്ലിഹയാണ്. പാത്മോസ് ദ്വീപിൽ വെച്ചാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായ സ്വർഗീയ ദർശനങ്ങളാണ്. സ്വർഗത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ആരാധിക്കുന്ന മാലാഖാവൃന്ദങ്ങളും, അവിടെ ഈശോയെ കുഞ്ഞാട് എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്, ഈശോയുടെ സ്ഥാനവും, അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ കാണുന്നതാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയൊരു സാന്നിധ്യവും സ്ഥാനവും ഒക്കെ. ഇതെല്ലാം വെളിപാട് ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വെളിപാട് ഗ്രന്ഥം രചിച്ചതാര്? യോഹന്നാൻ സ്ലിഹാ. എവിടെ വെച്ചാണ് അദ്ദേഹം അത് രചിക്കുന്നത്? പാത്മോസ് ദ്വീപിൽ വെച്ച്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകം ഏത്? വെളിപാട് പുസ്തകം. അടുത്തായി നമ്മൾ പരാമർശിക്കുന്നത് പള്ളിക്കുദാശക്കാലത്തെക്കുറിച്ചാണ്. ഏതാണ് പള്ളിക്കുദാശക്കാലം? നമ്മുടെ ആരാധന ക്രമവത്സരത്തിൽ 9 കാലങ്ങളുണ്ട്. ഈ 9 കാലങ്ങൾ മംഗളവാർത്തയിൽ ആരംഭിച്ച് പള്ളിക്കുദാശയിൽ അവസാനിക്കുന്നു. ഇതിലൂടെ എല്ലാം ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഓരോ ആരാധന ക്രമവത്സരത്തിലും നാം, അല്ലെങ്കിൽ തിരുസഭ നമ്മോട് ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും അനുസ്മരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പള്ളിക്കുദാശ കാലമാണ് അവസാനത്തെ ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ കാലം എന്നുള്ളത് നിങ്ങൾ ഓർത്തു വയ്ക്കണം. 4 ആഴ്ചകളാണ് പള്ളിക്കുദാശ കാലത്തിൽ ഉള്ളത്. 4 ആഴ്ചകളാണ് പള്ളിക്കുദാശ കാലത്തിലുള്ളത്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ അവസാന വിധിക്ക് ശേഷം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് ഈ കാലഘട്ടം അനുസ്മരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമായ ഒരു പ്രതീകം വിശുദ്ധ ബലിയിൽ കാർമ്മികൻ നമ്മെ കാണിച്ചു തരുന്നുണ്ട്. സ്വർഗത്തിൻ്റെ പ്രതീകമായ മധുബഹയിൽ ബലിപീഠത്തിലാണ് തിരുവചനം വയ്ക്കുന്നത്. അതോടൊപ്പം ബലിപീഠത്തിൽ വൈദികൻ കുർബാനയ്ക്ക് ഇടയ്ക്ക് 3 പ്രാവശ്യം കുനിഞ്ഞ് കുമ്പിട്ട് 3 പ്രാവശ്യം ചുംബിക്കുന്നുണ്ട്. ഇത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്വർഗത്തിൽ കുമ്പിട്ട് ആരാധിക്കുന്ന മാലാഖമാർക്ക് തുല്യമായ ഒരു കാര്യമാണ് വൈദികനിലൂടെ നാം മനസ്സിലാക്കി വയ്ക്കേണ്ടത്. നമ്മുടെ ആരാധന ക്രമവത്സരത്തിലൂടെ എല്ലാം തിരുസഭ തീർത്ഥാടനം ചെയ്യുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. നമ്മളും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം, നന്മകൾ ചെയ്ത് ജീവിക്കണം. നമുക്കെപ്പോഴും അതിനുള്ള കൃപ ദൈവം തരും. നോമ്പ് കാലത്തിൽ നിങ്ങൾ കുഞ്ഞു നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്ന് സാറ് വിശ്വസിക്കുന്നു. ഇനിയും ആരെങ്കിലും ആരംഭിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങളത് ആരംഭിക്കുക. പാഠഭാഗം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.